ഹായ് ഡിയേഴ്സ്, 21 ദിവസത്തെ ഡ്രീം ഹോം മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസിൻ്റെ ഇന്ന് നമ്മൾ 9-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ സ്വപ്ന ഭവനത്തെ കൂടുതൽ തെളിമയോടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്ന തികച്ചും അത്ഭുതകരമായിട്ടുള്ളൊരു പ്രാക്ടീസാണ് സ്ക്രിപ്റ്റിംഗ്. എന്താണ് സ്ക്രിപ്റ്റിംഗ് എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ സ്വപ്ന വീട് പണി പൂർത്തിയായിട്ട് നിങ്ങൾ അവിടെ താമസിക്കാൻ തുടങ്ങിയ ശേഷമുള്ള കാര്യം ഒരു കഥ പോലെ നിങ്ങൾ ഡയറിയിലോ നോട്ട്ബുക്കിലോ ഒക്കെ എഴുതി വെക്കുക. ഇനി എഴുതേണ്ടത് പ്രസൻറ്റ് ടെൻസിൽ വേണം എഴുതാനായിട്ട്. അതായത് ഭാവിയിൽ നടക്കാൻ പോകുന്ന ആ വലിയ കാര്യത്തെ അതിപ്പോൾ നടന്നു കഴിഞ്ഞു എന്ന ഭാവത്തിൽ തികച്ചും സന്തോഷത്തോടും നന്ദിയോടും കൂടി വേണം ഇത് എഴുതാനായിട്ട്. അതിനായിട്ട് നിങ്ങൾ ആദ്യം ശാന്തമായിട്ടുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. എന്നിട്ട് അവിടെ ഇരിക്കുക. എന്നിട്ട് കണ്ണുകൾ അടയ്ക്കുക. അതിനുശേഷം 4-5 ദീർഘശ്വാസം എടുത്ത് വിട്ടിട്ട് മനസ്സൊന്ന് ശാന്തമായി കഴിയുമ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, എൻ്റെ സ്വപ്ന വീട് എങ്ങനെ ആയിരിക്കണം എന്ന് മനസ്സിൽ ചോദിക്കുക. വീട് ഏത് സ്ഥലത്താണ്, ചുറ്റും എന്തൊക്കെയുണ്ട്, വീടിൻ്റെ കളർ എന്താണ്, ഗേറ്റ് എങ്ങനെയാണ്, ഗാർഡൻ ഉണ്ടോ, നിങ്ങളുടെ വീടിൻ്റെ മെയിൻ ഡോറ് തുറന്ന് അകത്ത് കയറുമ്പോൾ എന്തൊക്കെയാണ് കാണുന്നത് എന്നൊക്കെ നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഇനി നിങ്ങൾ ഇത് കഴിയുമ്പോൾ കണ്ണ് തുറന്നതിന് ശേഷം ഇനി നോട്ട്ബുക്ക് എടുത്തിട്ട് അതിൽ ഇങ്ങനെ എഴുതി തുടങ്ങുക: താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ്. ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നത്. ഇന്ന് എൻ്റെ സ്വന്തം സ്വപ്നഭവനത്തിൽ രാവിലെ ഉണർന്നെഴുന്നേറ്റപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ബെഡ്റൂമിൻ്റെ ജനൽ തുറന്നപ്പോൾ തണുത്ത കാറ്റകത്തേക്ക് വന്നു. പുറത്തുള്ള പച്ചപ്പും മനോഹരമായിട്ടുള്ള ഗാർഡനും ഒക്കെ കണ്ടപ്പോൾ എൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വന്നു. ഞാനിപ്പോൾ വളരെ വളരെ സന്തോഷത്തിലാണ്. എൻ്റെ വീട്ടിൽ ഓരോ ചെറിയ കാര്യവും എനിക്ക് വളരെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഞാൻ പതുക്കെ കിച്ചണിലേക്ക് പോയി കോഫി ഉണ്ടാക്കി എൻ്റെ ബാൽക്കണിയിലിരുന്ന് അത് ആസ്വദിച്ച് കുടിച്ചു. എൻ്റെ വീട് എത്ര സ്പീഷ്യസും പീസ്ഫുള്ളുമാണ്. ഞാനൊരിക്കൽ സ്വപ്നം കണ്ടിരുന്ന വീട് ഇതുതന്നെയാണ്. എൻ്റെ ഫാമിലി വളരെ സന്തോഷത്തോടെ സമയം ചെലവഴിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷവും സമാധാനവും ഒക്കെ തോന്നുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. അതുപോലെ ഞാൻ ആഗ്രഹിച്ചതിലും മികച്ച വീട് എനിക്ക് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നു. അതിന് ഞാൻ വളരെ സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറയുന്നു. വളരെ സന്തോഷവും സമാധാനവും ഐശ്വര്യവുമുള്ള ഈ ഒരു വീട് എനിക്ക് നൽകി അനുഗ്രഹിച്ചതിന് പ്രപഞ്ചശക്തിക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു എന്ന് എഴുതുക. പിന്നെ ഇനി നിങ്ങളുടെ ബെഡ്റൂമിനെ കുറിച്ച് എഴുതാം. അതുപോലെ തന്നെ ഡൈനിങ് ഹാളിൽ നിങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതൊക്കെ എഴുതാം. അങ്ങനെ നിങ്ങൾ ഒരു ദിവസം അവിടെ ജീവിക്കുന്നത് പോലെ എഴുതുക. അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ പാലുകാച്ചൽ ദിവസത്തെക്കുറിച്ച് നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. ഇനി ഇതെല്ലാം എഴുതി കഴിയുമ്പോൾ താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ്, ഇതെല്ലാം എനിക്ക് നേടാൻ കഴിഞ്ഞത് പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹം കൊണ്ടൊന്നു മാത്രമാണ് എന്ന് എഴുതുക. ഈ എഴുതിയ സ്ക്രിപ്റ്റ് നിങ്ങൾ എല്ലാ ദിവസവും വായിച്ചിട്ട് ഫീൽ ചെയ്യുക. ഈ കാര്യം ഓരോ ദിവസം വായിക്കുമ്പോഴും നിങ്ങളുടെ ഉപബോധ മനസ്സിൽ പതിയുകയും ആ കാര്യം വളരെ വേഗത്തിൽ നടക്കുകയും ചെയ്യും. അപ്പോൾ ഇത് എഴുതി കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും വായിക്കുമ്പോൾ രാവിലെ ഉണർന്നാൽ ഉടനെയും അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപുമാണ് വായിക്കേണ്ടത്. വായിച്ചിട്ട് ഫീൽ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത ദിവസത്തെ പ്രാക്ടീസുമായിട്ട് വരാം. താങ്ക് യു.